guys, welcome to our channel Mr. and Mrs. Telu Vlogs. യെസ്, ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. സോ നമുക്ക് എല്ലാവർക്കും ഈ വീഡിയോ നമുക്ക് എൻജോയ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്പെയിനിലെ ഗ്രനാദയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലമായിട്ടുള്ള അലാംബ്രയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അതിലെ തന്നെ ഏറ്റവും സുന്ദരമായ ഭാഗം അതാണ് നമ്മുടെ നസ്രിത് പാലസസ്. അതാണ് ഇവിടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. സോ ഈ പാലസിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു വേറിട്ടൊരു ഫീലിംഗ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇത്രയും പഴയ ഒരു കെട്ടിടമായിട്ടും എത്ര കൃത്യതയോടെയാണ് അവരത് ചെയ്തിരിക്കുന്നത് നോക്കാം നമുക്ക്. ഇത് 13-ാം നൂറ്റാണ്ടിലെ നസ്രിത് ഡൈനാസ്റ്റി നിർമ്മിച്ചിരിക്കുന്ന ഒരു വിഭാഗമാണ്. സോ ഇവിടുത്തെ മതിലുകളും അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ ഡിസൈൻസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സോ ഓരോ ഭാഗങ്ങളും ഒരു വേറിട്ടൊരു അനുഭവം തന്നെയാണ്. എല്ലാം ഡിഫറെൻ്റ് ആണ്, ഒന്നും സെയിം ആയിട്ട് തോന്നില്ല നമുക്ക്. സോ ഇതെല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോയിരിക്കുന്നത്. സോ നമുക്കൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ തന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും കുറേ എൻഗ്രേവിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ ബ്ലൂയിഷ് ടിൻ്റ് ഒക്കെ വരുന്ന പോലെയൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ വാൾസ് മൊത്തം നസ്രിത് ഡൈനാസ്റ്റി എന്ന് പറയുന്നത് തന്നെ പഴയ കാലത്ത് ഒരു ഇസ്ലാമിക് കൾച്ചേഴ്സാണ് അവരത് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഗ്രനാദയിലും അലാംബ്രയിലൊക്കെ കാണുന്ന രീതിയിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവരുടേതായ തനതായ രീതിയിലുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. സോ ഈച്ച് ആൻഡ് എവറിത്തിങ് വാസ് പെക്യുലിയർ ആൻഡ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. സോ നമുക്ക് സൂം ചെയ്ത് നോക്കുമ്പോഴാണ് അവർ ആ കൈപ്പണികൾ ചെയ്തിരിക്കുന്നത് എത്ര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സോ ശരിക്കും ഒരു കൊട്ടാരത്തിൻ്റെ ആ ഒരു വൈബും ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. സോ നമ്മൾ ഗ്രനാദ റെസിഡൻസ് ആയതുകൊണ്ട് നമുക്ക് ഫ്രീ ടിക്കറ്റ്സ് ആയിരുന്നു അന്ന് പോയപ്പോൾ. സോ ആ ടിക്കറ്റ്സ് വഴിയാണ് സൺഡേ ആണ് നമ്മളിവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയത്. സോ സൺഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ഗ്രനാദ വിസിറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒരു സ്ഥലമാണ് അലാംബ്ര എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് സൺഡേയ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഒരു പെർട്ടിക്കുലർ ഒരു ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ്ങിലാണ് നമ്മൾ ഉള്ളിൽ കയറി നമ്മൾ മൊത്തം കവർ ചെയ്തത്. സോ നമുക്കിവിടെ ഇഷ്ടംപോലെ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എല്ലാം അവരും ഭംഗിയായിട്ട് പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ടച്ച് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, കാരണം അത് പഴമേനെ നിലനിർത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗൈഡ്സും കാര്യങ്ങളൊക്കെ കാണാം. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഗൈഡ്സ് ഇതിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ ഹിസ്റ്ററിയും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, നമ്മളിവിടുത്തെ ഏറ്റവും മനോഹരമായൊരു ഭാഗത്തിലോട്ട് എത്തി. സോ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം എല്ലായിടത്തും വെള്ളം ഒഴുകുന്ന ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു കൂൾ ഫീലിംഗ് ആണ് കിട്ടുന്നത്. സോ ഇവിടെ പഴയ കാലത്തെ AC ഒന്നും വേണ്ടല്ലോ. സോ അതിന് പകരം ഇവിടെ ഫുൾ ഇങ്ങനത്തെ ടെക്നോളജി യൂസ് ചെയ്ത്, അതായത് വെള്ളവും അങ്ങനെയുള്ള പ്രകൃതിയുടെ പ്രിസർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിതിൻ്റെ ഉള്ളിൽ കൂടുതൽ കാണാൻ വേണ്ടി പറ്റുന്നത്. സോ അവിടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കൊമറേസ് പാലസ് ഏരിയ എന്ന് പറയുന്നത്. സോ അതാണ് രാജാവിൻ്റെ പ്രധാന ഭാഗമാണത്. അതായത് ഇവിടെയാണ് ഹാൾ ഓഫ് ദ അംബാസിഡേഴ്സ് എന്ന് പറയുന്ന രാജാവ് അതിഥികളെ കാണുന്ന സ്ഥലം വരുന്നത്. സോ അകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റൂഫും അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഭംഗിയായിട്ടുള്ള രീതിയിലുള്ള ഒരു കലാസൃഷ്ടിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും.
അതേപോലെ തന്നെ അവിടെ വേറൊരു ഏരിയ ഉണ്ട്, അതിനാണ് കോർട്ട് ഓഫ് ദ മിറൽസ് വൈബ് എന്ന് പറയുന്നത്. സോ ഇവിടെ വെള്ളത്തിൽ പാലസിന്റെ റിഫ്ലക്ഷനും കാര്യങ്ങളും ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഒരു കാമായിട്ടുള്ളൊരു വൈബാണ് അവിടെ. അതുപോലെ തന്നെ ഫോട്ടോസിനും കാര്യങ്ങൾക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ഈ കോർട്ട് ഓഫ് ദ മിറൽസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ആസ് എ ഗ്രനാദ റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ടിക്കറ്റ് ഫ്രീ ആണെന്ന് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു. അതായത് ഇപ്പം നമ്മൾ സൺഡേയ്സിൽ നമുക്കിവിടെ നമ്മുടെ എംപത്രോൺമെൻറ്റോ അതല്ലെങ്കിൽ നമ്മുടെ റെസിഡൻസ് കാർഡിൽ ഗ്രനാദ എന്നുള്ള ഒരു പേരുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് സൺഡേയ്സിൽ നമുക്ക് റെസിഡൻസിന് ഫ്രീ ആയിട്ടുള്ള ടിക്കറ്റ്സ് നമുക്ക് സെൻറ്റർ ഒരു സ്പോട്ട് ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രയർ വീക്ക്, അതായത് ഇപ്പോൾ ഈ സൺഡേ ആണ് നമ്മൾ പോകുന്നതെങ്കിൽ അതിൻ്റെ തലേ ദിവസങ്ങളിൽ മൺഡേ ടു ഫ്രൈഡേ ഏതെങ്കിലും ഒരു ദിവസം പോയി നമുക്ക് പ്രീ ബുക്ക് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ അതൊരു ഗുഡ് ഓപ്ഷനാണ്. കാരണം ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ് ഇവിടുത്തെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭംഗി കാണാനായിട്ട് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടുത്തെ ഗവൺമെൻറ് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗത്താണ് ഇവിടെ പാലസ് ഓഫ് ദ ലയൺസ് എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഭാഗമുള്ളത്. സോ ഇവിടെ 12 സിംഹങ്ങളുള്ള ഒരു ഫൗണ്ടെയിൻ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. സോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 സിംഹങ്ങൾ 12 മണിക്കൂർ, അതായത് നമ്മുടെ ക്ലോക്ക് പോലെയാണ് നമുക്കതിനെ അതിനെ വെച്ചിരിക്കുന്നത്. അതായത് നമുക്കിപ്പം ഒരു ടൈമിൽ ചില സമയത്ത് ഒരു ലൈനിൻ്റെ വായിൽ നിന്നാണ് വെള്ളം ഇങ്ങനെ വരുന്നത് പോലെയൊക്കെ കാണിക്കുന്നത്. അങ്ങനെ നമുക്ക് ആ ഒരു ടൈം നമുക്ക് ഇപ്പോൾ മുന്ന് വാച്ചുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ടൈം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിപരമായ ഒരു നീക്കമാണ് അവരതവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ഫ്ലോറിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ വാൾസും പെയിൻറ്റിങ്സ് ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതൊരു വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ്. അതായത് പഴമേനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. സോ സത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോയിൽ കാണുന്നതിലും 100 മടങ്ങ് സുന്ദരമാണ് ഈ സ്ഥലങ്ങളൊക്കെയും. അതുപോലെ തന്നെ ഒരു റോയൽ ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുക. സോ അപ്പോൾ അലാംബ്രയിലെ നസ്രിത് പാലസസ് നിങ്ങൾ എന്തായാലും, നസ്രിത് പാലസ് മാത്രമല്ല ഇവിടെ കാണാൻ കുറച്ചധികം സ്ഥലങ്ങളുണ്ട്. സോ ഒരു ഗൈഡ് പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ജനറൽ ലൈഫ് ഗാർഡൻസ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പാലസ്തിയോ ദ കാർലോസ് 5 എന്ന് പറയുന്ന വേറൊരു പാലസ് ഉണ്ട്. പക്ഷെ അതിലോട്ടുള്ള എൻട്രി നമുക്ക് ഫ്രീ ആണ്. അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോയി കാണാവുന്നതാണ് ഈ പാലസ്തിയോ ദ കാർലോസ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അൽ ഖസാബ എന്ന് പറയുന്ന ഒരു ഫോർട്രസ്, അതായത് പണ്ട് കാലത്ത് പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന ഈ പാലസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള സോൾജേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഒരു ഫോർട്രസിൻ്റെ ഒരു ഭാഗമാണ് അൽ ഖസാബ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു റീജിയൻ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റീജിയനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നസ്രിത് പാലസസ് എന്ന് പറയുന്നത്. സോ എന്തായാലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു ഹിസ്റ്ററിയും ഒരു മാജിക്കും ഒരു റോയാലിറ്റിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്കിതിൽ വരുന്നത്.
ഗൈസ്, സോ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ മോർ വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതിനുവേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് നമ്മളോട് പറയേണ്ടതാണ്. സോ ഇതുപോലെ തന്നെ യൂറോപ്പിലുള്ള മറ്റു വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. ഓക്കെ, ബൈ ഗൈസ്.